ഹായ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഈ പ്രോബ്ലത്തിൽ രണ്ട് പാർട്ടായിട്ടാണ്. ഒന്ന് റീകൺസിലിയേഷൻ ആസ് പെർ കൺവെൻഷണൽ മെത്തേഡ്, സാധാരണ മെത്തേഡിലുള്ള ഒരു റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഇസ് റീകൺസിലിയേഷൻ ആസ് പെർ റെലവൻറ്റ് കോസ്റ്റ് മെത്തേഡ്. റെലവൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞ അപ്രോച്ചിൽ എങ്ങനെയാണ് റീകൺസിലിയേഷൻ ചെയ്യുന്നത്, അത് രണ്ടുമുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഞാൻ ഇതിന് രണ്ട് വീഡിയോ ആയിട്ടാണ് ഇട്ടേക്കുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ടിൽ കൺവെൻഷണൽ മെത്തേഡിലുള്ള റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ട്, അതിൻ്റെ ഒരു സെക്കൻഡ് വീഡിയോ ഉണ്ട്, അതിലാണ് റെലവൻറ്റ് കോസ്റ്റ് മെത്തേഡ് അനുസരിച്ചുള്ള റീകൺസിലിയേഷൻ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? രണ്ട് പാർട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ബേസിക്സ് അറിയാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഈ പ്രോബ്ലം ചെയ്തേക്കുന്നത്. ബിക്കോസ് ഈ ഒരു പ്രോബ്ലം വെച്ചിട്ട് എനിക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് മുഴുവൻ പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഐ ആം അസ്യൂമിങ് ദാറ്റ് യു നോ ദ ബേസിക്സ് ആൻഡ് യു നോ ദ ഫോർമുല ഫോർ കമ്പ്യൂട്ടിങ് ഈച്ച് ആൻഡ് എവറി വേരിയൻസ്. എല്ലാ വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾക്ക് അറിയാം എന്നുള്ള അസംഷനിലാണ് ഞാനിത് കൊണ്ടുപോകാൻ പോണത്. അതറിയില്ല എന്നുണ്ടെങ്കിൽ അത് പറയാം, അതിന് നമുക്ക് വേറെ. ബിക്കോസ് ഈ പ്രോബ്ലത്തിന് എനിക്ക് അത്രയും പഠിപ്പിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഇത് ലെങ്തി പ്രോബ്ലം ആയിരിക്കും. ബിക്കോസ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാ ഫോർമുലയൊക്കെ ഞാൻ പറയും, എന്തുകൊണ്ട് ഈ ഫോർമുല വന്നു അതിലേക്കൊന്നും പോകത്തില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്യാൻ പോണത്. ഓക്കെ, ശരി. പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലൊരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അത് teacherbro.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. ആ teacherbro.com-ൽ SCMPയുടെ ഫ്രീ കോഴ്സ് ഉണ്ട്, ജോയിൻ ഫ്രീ കോഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ആ ഫ്രീ കോഴ്സിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തോ. അപ്പോൾ എൻ്റെ ഇതേപോലെ SCMPയുടെ എല്ലാ ഫ്രീ വീഡിയോസും അതിൽ അവൈലബിൾ ആണ്. ചാപ്റ്റർ 6, ചാപ്റ്റർ 7, 2 ചാപ്റ്റേഴ്സ് ഞാൻ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. റെഗുലർ ക്ലാസ്സിന് കൊടുക്കുന്ന ഫുൾ വീഡിയോസ് ഞാൻ ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് ഇതേപോലെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നത് എല്ലാം കിട്ടും. നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. So Trident Toys Limited manufactures a single product. Standard cost system is followed. The standard cost per unit is worked out as follows. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് കോസ്റ്റ് പെർ യൂണിറ്റ്? മെറ്റീരിയൽ 40 rupees, ലേബർ 64 rupees. അപ്പോൾ അതിൻ്റെ ഡിവിഷൻ തന്നിട്ടുണ്ട്. മെറ്റീരിയൽ എങ്ങനെയാണ്? 10 kg is required at ₹4. So 10 into 4, 40. അങ്ങനെ തന്നിട്ടുണ്ട്. ലേബർ 8 hours is required per unit. വേരിയബിൾ ഓവർഹെഡ് 8 hours, ഫിക്സ്ഡ് ഓവർഹെഡ് 8 hours. അതൊക്കെ തന്നിട്ടുണ്ട്. സോ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താണ്? സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് 56. ഓക്കെ. ഓവർഹെഡ്സ് ആർ അലോക്കേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡയറക്റ്റ് ലേബർ അവേഴ്സ്. അതായത് ദിസ് ഓവർഹെഡ്സ് ആർ ഓൺ ദ ബേസിസ് ഓഫ് ലേബർ അവേഴ്സ്, വിച്ച് മീൻസ് അവേഴ്സ് ഫോർ labor variances and hours used for variable overhead variances and fixed overhead variances. Overhead variancesനും ലേബർ വേരിയൻസിനും ഉപയോഗിക്കുന്ന അവേഴ്സ് സെയിം ആയിരിക്കും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓവർഹെഡ്സ് ആർ ബേസ്ഡ് ഓൺ ലേബർ അവേഴ്സ്. ഇറ്റ് ഇസ് ഗിവൺ. ഓക്കെ, ശരി. ഇൻ ദ മന്ത് ഓഫ് ഏപ്രിൽ 2019 there was no difference between budgeted and actual selling price. ഈ പോയിന്റ് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്. there is no difference between budgeted selling price and actual selling price. അത് എവിടെയാണ് വരുന്നതെന്ന് ഞാൻ ചെയ്യുമ്പോൾ പറയാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കോ. റീകൺസിലിയേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ വേരിയൻസസ് ആണ്, വെൻ വി ആർ പ്രിപ്പയറിങ് എ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ ഏതൊക്കെ വേരിയൻസസ് ആണ് എടുക്കേണ്ടത് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ? മെറ്റീരിയൽ വേരിയൻസസ്, ലേബർ വേരിയൻസസ്, വേരിയബിൾ ഓവർഹെഡ് വേരിയൻസസ്, ഫിക്സ്ഡ് ഓവർഹെഡ് വേരിയൻസസ് ആൻഡ് സെയിൽസ് മാർജിൻ വേരിയൻസസ്. ഈ 5 വേരിയൻസസ് ഇടുമ്പോഴാണ് വി ക്യാൻ ടാലി ബഡ്ജറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ആക്ച്വൽ പ്രോഫിറ്റ്. ഇത് തമ്മിൽ നമുക്ക് ടാലി ആക്കാൻ പറ്റും. 5 വേരിയൻസസ്: മെറ്റീരിയൽ, ലേബർ, വേരിയബിൾ ഓവർഹെഡ്, ഫിക്സ്ഡ് ഓവർഹെഡ് ആൻഡ് സെയിൽസ് മാർജിൻ വേരിയൻസ്. ആ സെയിൽസ് മാർജിൻ വേരിയൻസ്, സെയിൽസ് മാർജിൻ എന്ന് പറഞ്ഞാൽ എന്താ? മാർജിൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ്. അപ്പോൾ ആ സെയിൽസ് മാർജിൻ വേരിയൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ആവശ്യമുണ്ടാവും? സെല്ലിംഗ് പ്രൈസസ് ഒക്കെ ആവശ്യമുണ്ട്. സോ ദേ ഹാവ് ഗിവൺ ആൻ ഇൻഫർമേഷൻ ദാറ്റ് ബഡ്ജറ്റഡ് ആൻഡ് ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് ആർ സെയിം, ഡിഫറൻസ് ഒന്നും ഇല്ലാന്ന്.
and there is no opening or closing stock during the period. There is no opening inventory and closing inventory. Okay. The other details for the month of April 2019 are as under. April budgeted and actual figures are given. Production and sales. Budgeted was 2000 unit, actual is 1800 units. Material, labor, variable overhead, fixed overhead എല്ലാം ബഡ്ജറ്റഡും ആക്ച്വലും തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യാൻ പോണത്? ഫസ്റ്റ് വി ആർ ഗോയിങ് ടു റീകൺസീൽ ദ ബഡ്ജറ്റഡ് ആൻഡ് ആക്ച്വൽ പ്രോഫിറ്റ്, ഇവർ തമ്മിലുള്ള റീകൺസിലേഷൻ with the help of variances. Okay, ഏത് മെത്തേഡ്? കൺവെൻഷണൽ മെത്തേഡ്. We are going to do a reconciliation under conventional, normal, traditional മെത്തേഡിൽ ഒരു റീകൺസിലേഷൻ ചെയ്യാൻ. അപ്പോൾ for doing reconciliation under conventional method, first I will have to compute the variances. Which all variances? നമ്മളിപ്പോൾ പറഞ്ഞില്ലേ 5 variance: മെറ്റീരിയൽ, ലേബർ, വേരിയബിൾ ഓവർഹെഡ്, ഫിക്സ്ഡ് ഓവർഹെഡ് ആൻഡ് സെയിൽസ്, മാർജിൻ വേരിയൻസസ്. സോ ഫസ്റ്റ് നമുക്ക് അതിൻ്റെ കമ്പ്യൂട്ടേഷനിലേക്ക് പോവാം. After that we will do the reconciliation. Okay, ശരി. അപ്പോൾ note number 1, computation of variances അല്ലെങ്കിൽ analysis of variances. First one, material usage variance. Standard quantity minus actual quantity. Whenever there is quantity variance, always multiply with standard rate. So standard quantity minus actual quantity. Standard quantity എത്ര, actual quantity എത്ര? ക്വസ്റ്റ്യൻ നോക്കിയേ. നമുക്കറിയാം അനാലിസിസ് ചെയ്യുമ്പോൾ മെറ്റീരിയൽ, ലേബർ, വേരിയബിൾ ഓവർഹെഡ്, ഈ മൂന്നെണ്ണത്തിൻ്റെയും അനാലിസിസ് ചെയ്യുമ്പോൾ the analysis should always be based on ആക്ച്വൽ പ്രൊഡക്ഷൻ. മനസ്സിലായോ? അനാലിസിസ് എപ്പോഴും എന്തിനെ ബേസ് ചെയ്തായിരിക്കണം? ആക്ച്വൽ പ്രൊഡക്ഷനെ ബേസ് ചെയ്തായിരിക്കണം. ഇവിടെ എത്ര ആക്ച്വൽ പ്രൊഡക്ഷൻ? 1800 യൂണിറ്റ്സ്. ടു പ്രൊഡ്യൂസ് 1800 യൂണിറ്റ്സ് എത്ര മെറ്റീരിയൽ, ലേബർ, വേരിയബിൾ ഓവർഹെഡ് ഒക്കെ ഉപയോഗിക്കണമായിരുന്നു? എത്ര ഉപയോഗിച്ചു? അല്ലെ, നമ്മൾ പറഞ്ഞ മെറ്റീരിയലിൻ്റെയാണ്. അപ്പോൾ 1800 യൂണിറ്റ്സ് ഉണ്ടാക്കാൻ, ടു പ്രൊഡ്യൂസ് 1800 യൂണിറ്റ്സ്, ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ഷുഡ് ഹാവ് ബീൻ യൂസ്ഡ് ആൻഡ് ഹൗ മച്ച് ക്വാണ്ടിറ്റി ഈസ് ആക്ച്വലി യൂസ്ഡ്. അതാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോണത്. ഓക്കെ, അനാലിസിസ് ഇസ് ബേസ്ഡ് ഓൺ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ആക്ച്വൽ പ്രൊഡക്ഷൻ. അതിനെ ബേസ് ചെയ്ത് വേണം അനലൈസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഇവിടെ മുകളിലുണ്ട്. മെറ്റീരിയലിൻ്റെ സ്റ്റാൻഡേർഡ് 10 kg അല്ലേ? ഒരു യൂണിറ്റിന് 10 kg. അപ്പോൾ 1800 യൂണിറ്റ്സിന് 1800 into 10 kg. So standard quantity is 18,000 kg minus actual quantity. Actual quantity will be given. Obviously അത് തന്നിട്ടുണ്ടാവും. 20,000 kg into standard rate. Standard rate of material is 4 per kg. ഒന്നെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ മുകളിൽ എടുക്കാം. 4 per kg. ഇത് രണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ 2000 into 4 rupees 8,000. അഡ്വേഴ്സ് ആണോ ഫേവറബിൾ ആണോ? യൂസേജ് വേരിയൻസ് ഇത് അഡ്വേഴ്സ് ആണ്. എന്തുകൊണ്ടാണ്? വി ഹാവ് യൂസ്ഡ് മോർ ക്വാണ്ടിറ്റി. 18,000 കിലോന് പകരം 20,000 കിലോ ഉപയോഗിച്ചു. സെക്കൻഡ്, മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. ഫോർമുല എന്താ? സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. സി, സ്റ്റാൻഡേർഡ് റേറ്റും ആക്ച്വൽ റേറ്റും സെയിം ആണ്. രണ്ട് റേറ്റും സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് നില്ലായിരിക്കും വേരിയൻസ്. ക്ലിയർ അല്ലേടാ? നെക്സ്റ്റ്, തേർഡ് വൺ, ലേബർ എഫിഷ്യൻസി വേരിയൻസ്. ലേബർ എഫിഷ്യൻസി വേരിയൻസ് എന്താ ഫോർമുല? സ്റ്റാൻഡേർഡ് അവേഴ്സ് മൈനസ് ആക്ച്വൽ അവേഴ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. സ്റ്റാൻഡേർഡ് അവേഴ്സ് എത്ര വരും? 1800 യൂണിറ്റ്സ് ആണ്. ഒരു യൂണിറ്റിന് എത്ര അവേഴ്സ് ആടാ? ഒരു യൂണിറ്റിന് ഇവിടെ ഉണ്ട് 8 hours ആണ്. അപ്പോൾ 1800 യൂണിറ്റ്സ്
1800 units into 8 hours. 14,400 hours minus actual hours. എത്ര actual hours? അത് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. Actual hours is 14,800 hours. Into standard rate. Standard rate എത്രയാ? Standard rate is അതെ 8 per hour. ഓക്കെ, അപ്പോൾ ഇൻറ്റു 8. So 400 hours into 8 അല്ലേ, rupees 3,200. Adverse are favorable. This is also adverse. എന്തുകൊണ്ടാ? ലേബർ ഇൻഎഫിഷ്യൻസി ആണ്. ഇൻസ്റ്റെഡ് ഓഫ് 14,400 hours we the workers had to work for 14,800 hours. Extra 400 hours എടുക്കേണ്ടി വന്നു. So it is adverse variance. Fourth one, labor rate variance. Standard rate minus actual rate into actual hours. ഇത് നില്ലാണ്. എന്തുകൊണ്ടാണ് നില്ല്? ചെക്ക് ചെയ്തു. ഇതേ നോക്കി, സ്റ്റാൻഡേർഡ് റേറ്റും ആക്ച്വൽ റേറ്റും എല്ലാം സെയിം ആണ്. 8 - 8 0 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് വേരിയബിൾ ഓവർ ഹെഡ്. ഫിഫ്ത്ത് വൺ, വേരിയബിൾ overhead efficiency variance standard hours minus actual hours into standard rate. See, questionൽ ഒരു പോയിന്റ് പറഞ്ഞിട്ടില്ലേ, hours variable overhead are also overheads are also based on labor hours എന്ന്. ഓവർഹെഡ് ലേബർ അവേഴ്സിനെ ബേസ് ചെയ്താണ്. അപ്പോൾ വീണ്ടും അവേഴ്സ് ഒന്നും നോക്കേണ്ട ആവശ്യം പോലും ഇല്ല, സെയിം തന്നെ ആയിരിക്കും. അതായത് ലേബറിൽ എടുത്ത അതേ അവേഴ്സ് തന്നെ. എത്രയാണ് ലേബറിൽ എടുത്തത്? 14,400ഉം 14,800ഉം. വേണമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയോ, ഈ സെയിം തന്നെ കിട്ടും. 14,400 hours minus 14,800 hours. പക്ഷേ റേറ്റ് വ്യത്യാസം വരും കേട്ടോ. ഇവിടുത്തെ റേറ്റ് വ്യത്യാസം വരും. ലേബറിൻ്റെ റേറ്റ് അല്ല, വേരിയബിൾ ഓവർഹെഡ് റേറ്റ് എടുക്കണം. അതെത്രയാണ് ക്വസ്റ്റ്യനിൽ? ഇവിടെ ഉണ്ടാവും വേരിയബിൾ ഓവർഹെഡ് റേറ്റ് ₹3 per hour. ₹3. അപ്പോൾ എത്ര വരും? 400 into 3 rupees. 400 അല്ലേ, 400 into 3 ആണ് 1,200 adverse. ഓക്കെ, സിക്സ്ത് വൺ, വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ്. എക്സ്പെൻഡിച്ചർ വേരിയൻസ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ എന്താ ഫോർമുല? സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് ഇൻറ്റു ആക്ച്വൽ അവേഴ്സ്. സ്റ്റാൻഡേർഡ് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഇത് വെച്ചിട്ട് ചെയ്താൽ പോരാ, സോറി. സ്റ്റാൻഡേർഡ് റേറ്റ് ഇവിടെ ഉണ്ട്. സ്റ്റാൻഡേർഡ് റേറ്റ് 3 അല്ലേ, 3 per hour ആണ്. ആക്ച്വൽ റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഇതല്ലേ ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ്. ഇത് എത്ര അവേഴ്സിനാണ്? 14,800 അവേഴ്സിനാണ്. സോ 44,400 ഡിവൈഡഡ് ബൈ 14,800, 3 എന്ന് വന്നു അല്ലേ. സോ സ്റ്റാൻഡേർഡ് റേറ്റ് ഇസ് ഓൾസോ 3, ആക്ച്വൽ റേറ്റ് ഇസ് ഓൾസോ 3. 3 - 3 0 വരില്ലേ, അപ്പോൾ അതും നില്ലായി. This is also nil. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണത് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള വേരിയൻസ് കാൽക്കുലേഷൻ എല്ലാം അറിയാമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണത്. ബിക്കോസ് ഇതിൽ ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് റെലവൻറ്റ് കോസ്റ്റിങ്ങിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ മുകളിലോട്ടുള്ളതേ പഠിപ്പിക്കുന്നുള്ളൂ ഈ ക്വസ്റ്റ്യനിൽ. ഓക്കെ, 7 എത്രയാണ്? എന്താണ്? ഫിക്സഡ് ഓവർഹെഡ്
ഫിക്സ്ഡ് ഓവർ ഹെഡ് വോളിയം വേരിയൻസ്. ഫിക്സ്ഡ് ഓവർ ഹെഡ് വോളിയം വേരിയൻസ് ഫോർമുല എന്തായിരുന്നടാ ഫിക്സ്ഡ് ഓവർ ഹെഡ് വോളിയം വേരിയൻസിൻ്റെ? ബഡ്ജറ്റഡ് യൂണിറ്റ്സ് അല്ലെങ്കിൽ ബഡ്ജറ്റഡ് പ്രൊഡക്ഷൻ എന്ന് വേണമെങ്കിൽ എഴുതാം. ബഡ്ജറ്റഡ് പ്രൊഡക്ഷൻ മൈനസ് ആക്ച്വൽ പ്രൊഡക്ഷൻ ഇൻറ്റു റിക്കവറി റേറ്റ്. ഇതല്ലേ ഫോർമുല? വോളിയം വേരിയൻസ് ബഡ്ജറ്റഡ് പ്രൊഡക്ഷൻ 2000 യൂണിറ്റ്സ് ആയിരുന്നു, ആക്ച്വൽ പ്രൊഡക്ഷൻ 1800 യൂണിറ്റ്സ് ഇൻറ്റു റിക്കവറി റേറ്റ്. ഇതൊക്കെ എനിക്ക് എവിടെ നിന്ന് കിട്ടി? ഇതൊക്കെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. നോക്കിയേ, 2000 യൂണിറ്റ്സ് എല്ലാം ഇതേ ക്വസ്റ്റ്യനിലുണ്ട്. പ്രൊഡക്ഷൻ 2000 യൂണിറ്റ്സ്, ആക്ച്വൽ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് 1800 യൂണിറ്റ്സ് ഇൻറ്റു റിക്കവറി റേറ്റ് വേണ്ടേ? റേറ്റ് പെർ യൂണിറ്റ് വേണ്ടേ? സി അതിവിടെ ഉണ്ടാവും. ഫിക്സ്ഡ് ഓവർ ഹെഡ് റേറ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാൻ വേണമെങ്കിൽ ഇത് വെച്ചിട്ട് ചെയ്താലും മതി. ബഡ്ജറ്റഡ് ഓവർ ഹെഡ് ഇസ് 48,000 ഡിവൈഡഡ് ബൈ എത്ര യൂണിറ്റ്സാണ് ബഡ്ജറ്റ് ചെയ്തേക്കുന്നത്? 2000. സോ ഡിവൈഡ് ചെയ്താൽ പെർ യൂണിറ്റ് കിട്ടും 24. സോ ഇൻറ്റു 24. സോ 200 ഇൻറ്റു 24 4,800. അഡ്വേഴ്സ് ആണ് ഫേവറബിൾ ആണോ? This is also adverse. Why it is adverse? Because the budget was to produce 2000 units but we could produce only 1800 units. കുറവ് യൂണിറ്റ്സാണ് പ്രൊഡ്യൂസ് ചെയ്തത്, റിക്കവറി കുറവാണ്. അപ്പോൾ എന്ത് വേരിയൻസ് വരും? അത് അഡ്വേഴ്സ് വേരിയൻസ് വരും. ഓക്കെ, ശരി. അടുത്തത് 8ാമത്തത് ഫിക്സഡ് ഓവർ ഹെഡ് expenditure variance is equal to budgeted overhead minus actual overhead. Budgeted overhead minus actual overhead. Question ഉണ്ടോ നോക്കിയേ. ഉണ്ട്. Budgeted was 48,000, actual overhead is also 48,000. 0. nil നോൽ. അപ്പോൾ മെറ്റീരിയൽ കഴിഞ്ഞു, ലേബർ കഴിഞ്ഞു, വേരിയബിൾ ഓവർ ഹെഡ് കഴിഞ്ഞു, ഫിക്സ്ഡ് ഓവർ ഹെഡ് കഴിഞ്ഞു. ഇനി എന്താണ് വേണ്ടത്? നെക്സ്റ്റ് വി റിക്വയർ സെയിൽസ് അല്ലേ? സെയിൽസ് മാർജിൻ വേരിയൻസസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ 9th one, സെയിൽസ് മാർജിൻ വോളിയം വേരിയൻസ് വേണം. അതേപോലെ സെയിൽസ് മാർജിൻ പ്രൈസ് വേരിയൻസ് വേണം. സോ സെയിൽസ് മാർജിൻ വോളിയം വേരിയൻസിൻ്റെ ഫോർമുല എന്താണ്? ബഡ്ജറ്റഡ് യൂണിറ്റ്സ് മൈനസ് ആക്ച്വൽ യൂണിറ്റ്സ് ഇൻറ്റു ബഡ്ജറ്റഡ് റേറ്റ്. ബഡ്ജറ്റഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ബഡ്ജറ്റഡ് മാർജിൻ ആണ്. സെയിൽസ് മാർജിൻ വേരിയൻസസ് അല്ലേ? സോ ബഡ്ജറ്റഡ് യൂണിറ്റ്സ് 2000 യൂണിറ്റ്സ് സെല് ചെയ്യും എന്ന് വിചാരിച്ചു അല്ലേ? പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് 2000ഉം 1800ഉം അല്ലേ? സോ ബഡ്ജറ്റഡ് സെയിൽസ് വാസ് 2000 മൈനസ്, ഇവിടെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് സെയിൽസ് ആണ് കേട്ടോ. ബഡ്ജറ്റഡ് യൂണിറ്റ്സ് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, സോൾഡ് എന്ന് എഴുതാം. ആക്ച്വൽ യൂണിറ്റ്സ് സോൾഡ് എന്ന് എഴുതാം ക്ലിയർ ആയിട്ട്. 1800 യൂണിറ്റ്സ് ആണ് ആക്ച്വലി സെല് ചെയ്തത്. ബഡ്ജറ്റഡ് മാർജിൻ എത്രയാണ്? പേടിക്കണ്ട, ബഡ്ജറ്റഡ് മാർജിൻ ക്വസ്റ്റ്യനിലുണ്ട്. ഇതേ തന്നിട്ടില്ലേ? സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് 56. ഓക്കെ, മാർജിൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സി, ഇപ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? ഒന്ന് ഇത് ആഡ് ചെയ്ത് നോക്കിയേ. 40 + 64 + 24 + 24 + 56 208 ആണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ്, അതായത് ബഡ്ജറ്റഡ് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് ബഡ്ജറ്റഡ് കോസ്റ്റ് പെർ യൂണിറ്റ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനത്തിനാണ് ബഡ്ജറ്റഡ് മാർജിൻ പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. എത്രയാണ് ബഡ്ജറ്റഡ് മാർജിൻ? സോ ഇതാണ് ബഡ്ജറ്റഡ് മാർജിൻ. ബഡ്ജറ്റഡ് മാർജിൻ പെർ യൂണിറ്റ് എത്രയാണ്? 56 ആണ്. ബഡ്ജറ്റഡ് മാർജിൻ പെർ യൂണിറ്റ് 56. സോ ഇത് എത്ര വരുമോ? 200 × 56.
rupees 11,200. Adverse ആണ്. എന്തുകൊണ്ടാ? ആക്ച്വൽ സെയിൽസ് ഇസ് ലെസ് ദാൻ ബഡ്ജറ്റഡ് സെയിൽസ് അല്ലെ. ആക്ച്വൽ സെയിൽസ് ബഡ്ജറ്റഡ് സെയിലിനേലും കുറവാണ്. സോ അഡ്വേഴ്സ് വേരിയൻസ് ഉണ്ട്. ക്ലിയർ അല്ലോ? ഇനി 10th one, സെയിൽസ് മാർജിൻ price variance is equal to budgeted margin per unit minus actual margin per unit into എന്ത് quantity? whenever there is rate ആണ് നമ്മുടെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ. ഇവിടെ മാർജിൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ആണ്. whenever there is rate variance, always multiply with എന്ത് ക്വാണ്ടിറ്റി ആണ്? ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ്. സോ ആക്ച്വൽ ക്വാണ്ടിറ്റി സോൾഡ്. അപ്പോൾ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ we require two things. one is budgeted margin and actual margin. ഇത് കണ്ടുപിടിക്കണ്ടേ? സോ ഇത് ആക്ച്വലി എനിക്കറിയാം ഇത് രണ്ടും സെയിം ആയിരിക്കും. അതായത് 56 മൈനസ് 56 എന്നാണ് ഇത് വരാൻ പോണത്. നില്ലാണ് ആൻസർ വരാൻ പോണത്. പക്ഷേ എന്തുകൊണ്ടായി 56 എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. രണ്ടും എന്തുകൊണ്ട് സെയിം ആയിട്ട് എടുക്കുന്നത്. സി, ബഡ്ജറ്റഡ് മാർജിൻ്റെ ഫോർമുല എന്താണ്? ബഡ്ജറ്റഡ് മാർജിൻ പെർ യൂണിറ്റ് ഇസ് ഈക്വൽ ടു ബഡ്ജറ്റഡ് SP മൈനസ് ബഡ്ജറ്റഡ് കോസ്റ്റ് പെർ യൂണിറ്റ്. ആക്ച്വൽ മാർജിൻ per unit is equal to actual selling price minus budgeted cost per unit. Here we should understand that in both these formula we are using budgeted cost per unit. മനസ്സിലായടാ? രണ്ട് ഫോർമുലയിലും നമ്മൾ മൈനസ് ചെയ്യുന്നത് എന്താണ്? ബഡ്ജറ്റഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. എന്തുകൊണ്ടാ? സി, ബിക്കോസ് ഇവിടെ നമ്മൾ എന്ത് വേരിയൻസാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ കണ്ടുപിടിക്കുന്ന വേരിയൻസ് സെയിൽസ് മാർജിൻ വേരിയൻസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ സെയിൽസ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോണത്. വാട്ട് ഇസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി സെയിൽസ് മാനേജർ? സെയിൽസ് മാനേജർ ഇസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദി കോസ്റ്റ് ഫ്ലക്ച്വേഷൻ. കോസ്റ്റ് ഫ്ലക്ച്വേഷന് സെയിൽസ് മാനേജർ റെസ്പോൺസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ, സെയിൽസ് മാനേജറുടെ ആംഗിളിൽ നിന്ന് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്തെടുക്കേണ്ട ആവശ്യമില്ല? ആക്ച്വൽ കോസ്റ്റിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ സംഭവം ഇതാണ്. ഇങ്ങനെ നോക്കിയാൽ മതി. ഇപ്പോൾ 80 റുപ്പീസ് കോസ്റ്റുള്ള സാധനം സെയിൽസ് മാനേജർ 100 റുപ്പീസിന് സെല്ല് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രോഫിറ്റ് എത്രയാണ് വരുന്നത്? 20 അല്ലേ? സെയിൽസ് മാനേജർ പറഞ്ഞു ഓക്കെ ഞാൻ 20 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി തരാം കേട്ടോ. എന്നിട്ട് ഇയാൾ ആക്ച്വലി 120 റുപ്പീസിന് സെല്ല് ചെയ്തെന്ന് വിചാരിക്കും. അപ്പോൾ അയാൾ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി? 120 മൈനസ് 80 40 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ടാക്കി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ക്ലിയർ അല്ലേ? പക്ഷേ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ ചില സമയത്ത് ഇവിടെ ശരിക്കും 80 റുപ്പീസിന് പകരം 90 കോസ്റ്റ് ആയിട്ടുണ്ടാവും. ആക്ച്വൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഫോർ ദാറ്റ് ഇൻക്രീസ് ഇൻ കോസ്റ്റ് സെയിൽസ് മാനേജർ ഇസ് നോട്ട് റെസ്പോൺസിബിൾ. സെയിൽസ് മാനേജർ കോസ്റ്റിൻ്റെ കാര്യത്തിൽ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട. അതുകൊണ്ടാണ് നമ്മളിവിടെ ആക്ച്വൽ കോസ്റ്റ് ആക്കാത്തത്. അത്ര മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ശരി. ഇതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഇതൊന്നും അല്ല ഞാൻ പഠിപ്പിക്കാൻ ഈ ക്വസ്റ്റ്യനിൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല, നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞാൽ മതി. ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ശരി, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമുല. ബഡ്ജറ്റഡ് സെല്ലിംഗ് പ്രൈസ് ഇപ്പോൾ നമ്മൾ ചെയ്തല്ലോ. ബഡ്ജറ്റഡ് സെല്ലിംഗ് പ്രൈസ് 208 മൈനസ് ബഡ്ജറ്റഡ് കോസ്റ്റ് എത്രയായിരുന്നു? കോസ്റ്റ് ബഡ്ജറ്റഡ് 40 പ്ലസ് 64 പ്ലസ് 24 പ്ലസ് 24 152. ഇത് ചെയ്തപ്പോഴാണ് നമുക്ക് 56 എന്ന് കിട്ടുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, there was no difference between budgeted and actual selling price. ബഡ്ജറ്റഡ് സെല്ലിംഗ് പ്രൈസും ആക്ച്വൽ സെല്ലിംഗ് പ്രൈസും തമ്മിൽ
ഡിഫറൻസ് ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് നമ്മൾ 208 തന്നെയല്ലേ എടുക്കേണ്ടത്? ഓക്കെ, അപ്പോൾ സെയിം തന്നെ വരും. 208 മൈനസ് 152 അവിടെ എന്ത് തന്നെ വരും? 56 തന്നെ വരും. ക്ലിയർ ആണോ? കാരണം ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ബഡ്ജറ്റഡ് എസ് പി ആൻഡ് ആക്ച്വൽ എസ് പി. സെല്ലിംഗ് പ്രൈസിൽ ഡിഫറൻസ് ഇല്ലെങ്കിൽ മാർജിൻ രണ്ടും സെയിം ആയിരിക്കും. ബഡ്ജറ്റഡ് മാർജിനും ആക്ച്വൽ മാർജിനും സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ രണ്ടും 56 വരും, നില്ലാവുന്നു. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ എല്ലാ വേരിയൻസസും ചെയ്തു. ഇനി നമുക്ക് ഈ വേരിയൻസസ് ഇട്ടിട്ട് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഏത് മെത്തേഡ്? കൺവെൻഷണൽ മെത്തേഡ്. ബഡ്ജറ്റഡ് പ്രോഫിറ്റ്. എത്രയാണ് ബഡ്ജറ്റഡ് പ്രോഫിറ്റ്? ബഡ്ജറ്റഡ് പ്രോഫിറ്റ് ഇവിടെ നിന്ന് ചെയ്യാമല്ലോ. 56 ഇൻറ്റു എത്ര യൂണിറ്റ്സാ? 2000 യൂണിറ്റ്സ്. 56 ഇൻറ്റു 2000 യൂണിറ്റ്സ്. $1,12,000. നെക്സ്റ്റ് ബഡ്ജറ്റഡ് പ്രോഫിറ്റും ആക്ച്വൽ പ്രോഫിറ്റും തമ്മിലാണ് നമ്മൾ റീകൺസിൽ ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പോൾ മെറ്റീരിയൽ എല്ലാ വേരിയൻസും അങ്ങ് എഴുതിയാൽ മതി. മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്, ലേബർ നില്ലായിട്ടുള്ളതൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ. ലേബർ എഫിഷ്യൻസി വേരിയൻസ്, വേരിയബിൾ ഓവർഹെഡ് efficiency variance, fixed overhead volume variance, sales margin volume variance. ഇത്ര വേരിയൻസേ ഉള്ളൂ, ബാക്കിയെല്ലാം നില്ലായിരുന്നു. ഓക്കെ, സോ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് മുതൽ നോക്കാം നമുക്ക്. 8,000 adverse, labor efficiency 3,200 adverse, variable overhead efficiency 1,200 adverse. എത്ര എഴുതട്ടെ? 8,000 adverse, 3,200 adverse, 1,200 adverse അല്ലേ? ഫിക്സ്ഡ് ഓവർഹെഡ് വോളിയം 4,800 adverse, സെയിൽസ് മാർജിൻ 11,200 adverse. എത്രയൊക്കെയാണ്? 4,800ഉം 11,200ഉം. ആക്ച്വൽ പ്രോഫിറ്റ് കിട്ടും. എല്ലാ അഡ്വേഴ്സ് അല്ലേ, അപ്പോൾ മൈനസ് ചെയ്താൽ മതി. $83,600. ഓക്കെ, ശരി. ഇതാണോ ആക്ച്വൽ പ്രോഫിറ്റ്? ഒന്ന് ചെക്ക് ചെയ്തേക്കാം നമുക്ക്. ആക്ച്വൽ പ്രോഫിറ്റ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് എല്ലാ കോസ്റ്റും എടുക്കാൻ പറ്റുമല്ലോ നമുക്ക്. 20,000 ഇൻറ്റു 4 80,000. ഞാൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുകയാണ്, എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. 80,000 14,800 ഇൻറ്റു 8 118,400. 1 2 3 4 ഇത്രയും കോസ്റ്റ് ആഡ് ചെയ്യാം. 80,000
plus 118,400 plus 44,400 plus 48,000. Total cost 290,800. ഇനി സെയിൽസ് എത്രയാണ്? 1,800 യൂണിറ്റ്സ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് 208 അല്ലേ? സെയിം ആണ്, സെല്ലിംഗ് പ്രൈസ് സെയിം ആണ് 208. സോ 1,800 ഇൻറ്റു 208 374,400 മൈനസ് 290,800 83,600 എന്ന് തന്നെ കിട്ടും. ഞാൻ ചെക്ക് ചെയ്താണ്, ഇവരുടെ ഡേറ്റ് വെച്ചിട്ട് നമുക്ക് കിട്ടിയ ആൻസർ തന്നെയാണോ? കറക്റ്റാണ്. ആക്ച്വൽ പ്രോഫിറ്റ് 83,600. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? റീകൺസിലേഷൻ ചെയ്തു. ഏത് മെത്തേഡിൽ? കൺവെൻഷണൽ മെത്തേഡിൽ. ഓക്കെ. ഇനി ഈ വീഡിയോയുടെ പാർട്ട് 2 ഉണ്ട്. പാർട്ട് 2-ലാണ് ഞാൻ എന്ത് ചെയ്യണത്? റെലവൻറ്റ് കോസ്റ്റ് മെത്തേഡ് വെച്ചിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് കണ്ടോളൂ ഇനി. ശരി.